ഹലോ ഫ്രണ്ട്സ്, അച്ചാൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് പുട്ടും ഗ്രീൻ പീസും കറിയല്ല കാണിക്കുന്നത്. നമ്മൾ അരിപ്പൊടി വെച്ചെങ്ങനെയാണ് പുട്ടുണ്ടാക്കുക എന്നതാണ്. അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് കേട്ടോ. ആദ്യം ഒരു പാത്രം, കട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് ഒത്തിരി വെള്ളം വേണ്ട, ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിക്കണം. പുട്ടിൻ്റെ പൊടിക്ക് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്താൽ മതി. അതിൽ ഉപ്പും കൂടി ചേർത്ത് വേണം നന്നായിട്ട് തിളപ്പിക്കാം. എന്നിട്ട് അരിപ്പൊടി വെച്ച് പുട്ടുണ്ടാക്കുന്നവർക്കാണ് ഇപ്പം എല്ലാം റെഡിമെയ്ഡ് പുട്ട് പൊടി കിട്ടുമല്ലോ. അങ്ങനെയല്ല, അരിപ്പൊടി ഉണ്ടാക്കുന്ന പുട്ട് നമ്മൾ തിരുമ്മിയാണല്ലോ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ എളുപ്പം ഉണ്ടാക്കുക എന്നുള്ള മാർഗ്ഗമാണ്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ പൊടിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം മതി. ഇനിയിപ്പോൾ കട്ട കൂടി വരുമെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ട് ഇളക്കിയെടുത്ത് അതിൻ്റെ ആ കട്ട മാറ്റി അത്യാവശ്യം ഒരു നനവുള്ള രീതിയിലാക്കി ഇങ്ങനെ സ്പൂൺ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊടി ഇടുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നിട്ട് ആ കട്ടപ്പോൾ ഉണ്ടാകുന്ന ഈ സമയം കൈകൊണ്ട് തിരുമ്മി എടുക്കുന്നതിന് പകരമാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലിടും. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ടൊന്ന് കറക്കി എടുക്കാനാണ്. അതിന് മിക്സിയുടെ ജാറെടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം, വെള്ളമൊന്നും ഇല്ലാതെ. എന്നിട്ട് തുടച്ചെടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഇടണം. ഇപ്പോൾ 2 സ്പൂൺ ഇട്ടാൽ മതി. ഇത് വലിയ ജാറായതുകൊണ്ട് ഞാൻ ഒരു 3 സ്പൂൺ ഇട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ച് ഒറ്റ പ്രാവശ്യം തിരിക്കാവുള്ളൂ. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് എടുക്കുക. ഇതിൽ കട്ട പോലെ വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മുടെ മിക്സിയിലോട്ടിട്ട് ഇത്തിരി ശകലം പച്ചപ്പൊടിയും കൂടി ചേർത്ത് കട്ടയുള്ള എല്ലാം കൂടി എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ജസ്റ്റ് പൊടിയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് നല്ല പുട്ട്, നമ്മൾ തിരുമ്മി എടുക്കുന്ന പോലത്തെ പുട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ കണ്ടോ, ഒന്ന് തൊടാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്. ഇത് സാധാ നമ്മൾ റെഡിമെയ്ഡ് പുട്ടുപൊടി കിട്ടിയില്ല, അതുപോലെ തന്നെ വേറിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അടുത്തായിട്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങാപ്പീരിയിട്ട് അതിന് ശേഷം പുട്ടുപൊടിയിട്ട് പുട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഉണ്ടാക്കി വെന്ത് കഴിഞ്ഞ് വരുമ്പോഴുള്ള പുട്ടിൻ്റെ സോഫ്റ്റ് നിങ്ങളെ കാണിച്ചിടാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കാണിച്ചു തന്ന ട്രിക്കാണ്. ഇത് പലർക്കും അറിയായിരിക്കും. അമ്മമാരൊക്കെ ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് തിരുമ്മി എത്ര നേരം നിന്നാലാണ് പുട്ടുണ്ടാക്കിയെടുക്കുക. അങ്ങനെ പാടുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ അരിപ്പൊടി മേടിക്കുമ്പോൾ പുട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ജസ്റ്റ് വേവിച്ചെടുക്കുക. അത് ഞാൻ കുത്തി കാണിച്ചു തരാം. നല്ല സോഫ്റ്റും പഞ്ഞിയുമായിട്ടുള്ള പുട്ടായിരിക്കും കിട്ടുന്നത്. നല്ല വെരി ടേസ്റ്റാണ്. എന്നാലും ഉപ്പും വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് അതിന് ചേർത്തിട്ട് വേണം. ഈ പൊടിക്കും കൂടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം ആ വെള്ളം തിളപ്പിക്കാനായിട്ട്. പഞ്ഞി പോലത്തെ പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഒരു കഷ്ണം പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കറിയും കൂടി ഇട്ടിട്ട് മോക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലത്തെ, ഇത് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല, ഇത് സത്യമാണ്. അല്ലാതെ കട്ട പോലത്തെ പുട്ടായിട്ട് കിട്ടില്ല, നല്ല പഞ്ഞി പോലത്തെ പുട്ട് കിട്ടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.